ചമ്പക്കുളം, വരുന്നത് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബാണ്. സണ്ണി തോമസ് ആണ് അതിന്റെ ക്യാപ്റ്റൻ. 12ാം നമ്പർ വള്ളമാണ് എങ്കിൽ 2 വരുന്നത് തലവടിയാണ്. UBC കൈനഗരിയാണ്. 12 തവണ നെഹ്റു ട്രോഫി കൈയടക്കിയിട്ടുള്ള, നെഹ്റു ട്രോഫി ഏറ്റവും കൂടുതൽ തവണ കൈയടക്കിയിട്ടുള്ള യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് കൈനഗരി. കുട്ടനാടിന്റെ ഹൃദയതാളമായ കൈനഗരി. 63 ഗിയർഗോസിൽ, 64 സെന്റ് ജോർജിൽ, 65 68 പാർത്ഥസാരഥിയിൽ, 70 കല്ലൂപ്പറമ്പനിൽ, 76 കാരിച്ചാലിൽ, 79 ചമ്പക്കുള വലിയ ദിവാഞ്ചിയിൽ, 89 90 91 ചമ്പക്കുളത്തില്, വീണ്ടും അവര് 2014 ചമ്പക്കുളത്തിൽ ജയിക്കുന്നു. അങ്ങനെ പോകുമ്പോൾ വരുന്നു മേൽപ്പാടം. കഴിഞ്ഞ 2018 മുതൽ ജലോത്സവ ലോകം അടക്കി ഭരിക്കുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് മേൽപ്പാടത്തിലെത്തുകയാണ്. അതെ, മേൽപ്പാടത്തില് 1988 വെള്ളംകുളങ്ങര ചുണ്ടനില് 4 മിനിറ്റ് 48 സെക്കൻഡിന്റെ കഥ പറഞ്ഞവര്, 2098 ചമ്പക്കുളത്തിൽ വിജയിച്ചവര്, അതെ വീണ്ടും 2018 പായിപ്പാടനില്, 2019 നടുഭാഗത്തില്, 2022 മഹാദേവിക്കാട് കാട്ടിത്തക്കേതില്, 2023 വീയപുരത്തില്, 2024 കാരിച്ചാലില് 4 മിനിറ്റ് 14.35 സെക്കൻഡ് കൊണ്ട് ഹീറ്റ്സിൽ തുഴഞ്ഞ് ഫൈനലില് 4 മിനിറ്റ് 29.785 എന്ന മില്ലി സെക്കൻഡിന് വിജയം രചിച്ച പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. എങ്കിൽ ആലപ്പാട് 97 99 വിജയിച്ചവര് ഇതാ കഥ പറയുകയാണ്. ഇതാ മേൽപ്പാടവും തലവടിയും തമ്മിൽ പൊരിഞ്ഞു പോടാടുകയാണ്. ആരാണ് മുന്നില്? തലവടിയാണോ മേൽപ്പാടമാണോ? 2 തലവടി 3 മേൽപ്പാടം. UBCയും പള്ളാത്തുരുത്തിയും തമ്മിൽ നേർക്ക് നേര് ഇവിടെ ഉയരുകയാണ്. ഇതാ ഈ പുന്നമടക്കായലില് പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് 12 തവണ നെഹ്റു ട്രോഫിയുടെ 2 ഹാട്രിക്കുകൾ നേടിയവര് ഇല്ല, പള്ളാത്തുരുത്തി തന്നെ മുന്നോട്ട് കുതിക്കുന്നു. പള്ളാത്തുരുത്തിയും മേൽപ്പാടവും, അതെ ചമ്പക്കുളവും തലവടിയും മേൽപ്പാടവും ആലപ്പാടനും തമ്മിലുള്ള പോരാട്ടം. തലവടിയും മേൽപ്പാടവും ഫിനിഷിംഗിലൂടെ കടന്നു പോകുമ്പോൾ ഇതാ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ ചമ്പക്കുളം കടന്നു വരുന്നു. ആവേശകരമായ ചുണ്ടൻ വള്ളങ്ങളുടെ 3ാം ഹീറ്റ്സ്. ഇതാ മേൽപ്പാടവും തലവടിയും ചമ്പക്കുളവും ഫിനിഷിംഗിലൂടെ കടന്നു പോകുന്നു. ആലപ്പാട് അങ്ങകലെ തുഴഞ്ഞു വരുന്നു. വേളൂർ ബോട്ട് ക്ലബ്ബ് PV രാജുവിന്റെ നേതൃത്വത്തില് അങ്ങനെ ചുണ്ടൻ വള്ളങ്ങളുടെ ആവേശകരമായ 3ാം ഹീറ്റ്സ് മത്സരം അവസാനിക്കുന്നു.